റഷ്യൻ മിസൈലുകൾ യുക്രൈൻ നഗരങ്ങളെ രക്തത്തിൽ കുളിപ്പിച്ചു. സ്ഫോടനങ്ങളിൽ പോളണ്ട് തകർന്നു വീണു. യുക്രൈനിൽ മിസൈൽ മഴ, പോളണ്ടിൽ ദുരൂഹമായിട്ടുള്ള സ്ഫോടനങ്ങൾ. പോളണ്ടിലെ സ്ഫോടനം എന്ന് പറയപ്പെടുന്നത് ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ തീ ഇനി യുക്രൈനിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് യുക്രൈൻ ആകാശം വീണ്ടും റഷ്യൻ മിസൈലുകളുടെ ഗർജനത്തിൽ വിറയ്ക്കുമ്പോൾ, മറുവശത്ത് യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 95 കിലോമീറ്റർ മാത്രം അകലെയുള്ള പോളണ്ടിൽ ദുരൂഹമായിട്ടുള്ള വലിയ സ്ഫോടനം ഉണ്ടാകുന്നു. ഈ വയലിൻ്റെയൊക്കെ നടുവിൽ ഭീകരമായിട്ടുള്ള ഗർത്തം ചിതറിക്കിടക്കുന്ന അജ്ഞാത വസ്തുവിൻ്റെ അവശിഷ്ടങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാതെ ഇതൊരു അപകടമാണോ അതോ യൂറോപ്പിനെ മുഴുവനും ആശങ്കയിലാഴ്ത്തുന്ന എന്തോ ഒരു വസ്തുത അവിടെ നടന്നിരിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളുടെ പിന്നിലെ യഥാർത്ഥ വിവരങ്ങൾ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ CNN പോലുള്ള ANI പോലുള്ള വിയോൺ തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ ജൂലൈ 30 പുലർച്ചെയാണ് യുക്രൈനെ ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയത്. തലസ്ഥാനമായിട്ടുള്ള കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഈ സൈറനുകൾ മുഴങ്ങുന്നു. അതേസമയം ഈ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഡിൻപ്രോ, കിവ്രി റേഹ് തുടങ്ങിയ നഗരങ്ങളിലൊക്കെ സ്ഫോടനങ്ങളുണ്ടാകുന്നു, നാശനഷ്ടങ്ങളുണ്ടാകുന്നു, ഇവയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം അടക്കം സാധാരണ ജീവിതം തടസ്സപ്പെട്ടതായിട്ടുള്ള പ്രാദേശിക റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ആക്രമണം മുന്നറിയിപ്പ് ലഭിച്ചതോടെ ആയിരക്കണക്കിന് ആളുകൾ ഈ മെട്രോ സ്റ്റേഷനുകളിലെയും ഭൂഗർഭ അഭയ കേന്ദ്രങ്ങളിലെയും സുരക്ഷിത ഭാഗങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. കുടുംബങ്ങളോടൊപ്പം രാത്രി ഒട്ടാകെ അഭയം തേടി ജനങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഈ സാഹചര്യം പൂർണ്ണമായിട്ടും സുരക്ഷിതമാകുന്നവരെ അഭയകേന്ദ്രങ്ങളിൽ തന്നെ തുടരണമെന്ന് കീവ് മേയർ വിറ്റാലി ക്ലിറ്റിഷ്കോ ആ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ വലിയൊരു റഷ്യൻ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ യുക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുവാൻ കൂടുതൽ സഹായം ആവശ്യപ്പെട്ടതായിട്ടും പറയുന്നുണ്ട് റിപ്പോർട്ടുകളിൽ. അപ്പോൾ ഇവിടെ ഈ ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും റഷ്യ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലിന് പോലും തയ്യാറാകുന്നില്ല എന്നതാണ് ലെവൻസ്കി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം യുക്രൈൻ സ്വന്തം പ്രതിരോധശേഷി ഉയർത്തിക്കാട്ടുന്നുണ്ട്. ആഭ്യന്തരമായിട്ട് 100 കണക്കിന് പ്രതിരോധ സാങ്കേതിക സ്ഥാപനങ്ങൾ വികസിപ്പിച്ചതായിട്ടും യുദ്ധത്തിൽ തങ്ങൾ എപ്പോഴും ശക്തമായിട്ടുള്ള പ്രതിരോധം തുടരുകയാണ് എന്നൊക്കെ സെലൻസ്കി അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ റഷ്യയ്ക്ക് വലിയ തോതിൽ സൈനിക നഷ്ടമുണ്ടാകുന്നുവെന്നും യുക്രൈൻ പറയുകയാണ്. അപ്പോൾ ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യം അതീവ സങ്കീർണമാണ്. ഒരു വശത്ത് യുക്രൈൻ തങ്ങളുടെ പ്രതിരോധം ശക്തമാണ് എന്ന് പറയുമ്പോൾ മറുവശത്ത് റഷ്യ തുടർച്ചയായിട്ട് വലിയ വ്യോമാക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ളതായാണ് സംഭവവികാസങ്ങൾ കാണിക്കുന്നത്. അതിനാൽ തന്നെ ഇരുപക്ഷവും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥിരീകരണങ്ങൾക്ക് വലിയ പ്രാധാന്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിനിടെയാണ് പോളണ്ടിൽ മറ്റൊരു ദുരൂഹ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 95 കിലോമീറ്റർ അകലെയുള്ള ലുബ്ലിൻ പ്രവിശ്യയിലെ ടർണാവ കൊളോണിയ ഗ്രാമത്തിന് സമീപം ശക്തമായിട്ടുള്ള സ്ഫോടനമുണ്ടായി. സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങളിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള വയലിൽ വലിയൊരു ഗർത്തവും അജ്ഞാത വസ്തുവിൻ്റെ ചിതറിക്കിടക്കുന്ന ഭാഗങ്ങളും കണ്ടെത്തി. അപ്പോൾ ആ സംഭവത്തിന് പിന്നാലെ പ്രദേശം പോലീസ് വളയുന്നു. സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുന്നു. സ്ഫോടനത്തിന് കാരണം എന്താണോ അത് കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ഏത് തരത്തിലുള്ള വസ്തുവിൻ്റേതാണോ എന്നൊക്കെ ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ വിവിധ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഈ അന്വേഷണ ഫലം പുറത്തു വരുന്നത് വരെ നിഗമനങ്ങളിലെത്തുന്നത് നേരത്തെയായിരിക്കും. ഇതാദ്യമായല്ല യുക്രൈൻ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പോളണ്ടിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. നാറ്റോ അംഗരാജ്യമായിട്ടുള്ള പോളണ്ടിൽ മുമ്പും അതിർത്തിക്കടുത്ത് മിസൈൽ സംബന്ധമായുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ സംഭവവും യൂറോപ്യൻ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഒരു തെറ്റായ കണക്കുകൂട്ടലോ അല്ലെങ്കിൽ അതിർത്തി ലംഘനമോ വലിയ നയതന്ത്ര സൈനിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഈ യുക്രൈനിലെ മിസൈൽ ആക്രമണവും പോളണ്ടിലെ ദുരൂഹ സ്ഫോടനവും ഒരേ ദിവസത്തിൽ തന്നെ നടന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണെങ്കിലും ഇവ രണ്ടും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക ഏജൻസികളുടെ റിപ്പോർട്ടും സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വസ്തുതകൾ പുറത്തു വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇരുപക്ഷങ്ങളും സൈനിക ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകൾ വലിയ മുന്നേറ്റമില്ലാതെ തുടരുകയാണ്. ഓരോ പുതിയ ആക്രമണവും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കുകയും യൂറോപ്പിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനം ഒരു പ്രധാന കാര്യം ഓർക്കേണ്ടത് യുദ്ധകാലത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ പലതും ഇരുപക്ഷങ്ങളുടെയും അവകാശവാദങ്ങളായിരിക്കാം. അതിനാൽ തന്നെ ഔദ്യോഗിക അന്വേഷണ ഫലങ്ങളും വിശ്വസനീയമായിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സ്ഥിരീകരണങ്ങളും ലഭിക്കുന്നതുവരെ എല്ലാ വിവരങ്ങളും ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി
സമീപിക്കേണ്ടത് അനിവാര്യമായി മാറുകയാണ്. ഇപ്പോൾ യുക്രൈനിൽ വീണ്ടും മിസൈലുകൾ പതിക്കുകയാണ്. അതിർത്തികൾക്കപ്പുറം പോളണ്ടിൽ ദുരൂഹമായിട്ടുള്ള സ്ഫോടനം നടക്കുകയാണ്. യുദ്ധം ഇപ്പോഴും യുക്രൈനിൽ മാത്രമാണ് എന്ന് കരുതുന്നവർക്ക് ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പുകൾ എന്ന് പറയപ്പെടുന്നത് ധാരാളമാണ്. എന്നാൽ പോളണ്ടിലെ സ്ഫോടനത്തിന് പിന്നാലെ യഥാർത്ഥ കാരണം എന്താണ് എന്ന അന്വേഷണം പൂർത്തിയാകുന്നവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതേസമയം യുക്രൈനിലെ ആക്രമണങ്ങൾ അത് തുടരുന്നതോടെ യൂറോപ്പിലെ സുരക്ഷാ ആശങ്കകൾ വീണ്ടും 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 ശക്തമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ യുദ്ധം ഏത് നിലയിലേക്ക്, ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. നയതന്ത്രത്തിന് വീണ്ടും അവസരം ലഭിക്കുമോ, അതോ നയതന്ത്ര സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുമോ? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ഉയരത്തിനാണിപ്പോൾ. അതുകൊണ്ട് തന്നെ റഷ്യൻ മിസൈലുകൾ ഉക്രൈൻ നഗരത്തെ രക്തത്തിൽ കുളിപ്പിക്കുന്നത് ഒരു വെറും കാഴ്ചയല്ല. ഈ ഇത്തരത്തിലുള്ള വലിയ സ്ഫോടനങ്ങൾ സംഭവിക്കുന്ന ഇടങ്ങൾ കൂടിയാണ് ഇവിടം. അപ്പോൾ ആ അത്തരത്തിലുള്ള സ്ഫോടനങ്ങളിൽ തകർന്ന് തരിപ്പണമായി പോകുന്ന പോളണ്ടിനെയും കാണേണ്ടി വരുന്നു. ഇങ്ങനെ യുദ്ധത്തിന് ഒരു പൂർണ്ണവിരാമം ഇടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.